വാർത്തകൾ തുടരുന്നു. പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ 15-16 വാർഡുകളിൽ ശോഭീന്ദ്ര വൃക്ഷം വച്ചുപിടിപ്പിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ കാട്ടുകണ്ടി ഹംസയുടെ നേതൃത്വത്തിൽ തുറശ്ശേരിക്കടവ് കോവപ്പുറം ഭാഗത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15 വർഷത്തിലേറെയായി പരിസ്ഥിതി പ്രവർത്തകൻ കാട്ടുകണ്ടി ഹംസയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, മിറക്കിൾ ഫ്രൂട്ട്, നെല്ലി, മാവ്, പ്ലാവ്, പീനട്ട് ബട്ടർ, ഉറുമാമ്പഴം, മാംഗോസ്റ്റിൻ, റൊളീനോ എന്നിവയുടെ തൈകളാണ് വച്ചുപിടിപ്പിക്കുന്നത്. അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ സ്മരണയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ VK അബ്ദുറഹിമാൻ റൊളീനോ വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. അദ്ദേഹം ഇവിടെ വെച്ച 1-2 ഉപാധികളുണ്ട്. അത് സമൂഹം മനസ്സിലാക്കണം. ഒന്ന്, എറിഞ്ഞിട്ട് നശിപ്പിക്കണം. രണ്ടാമത് തോട്ടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് അത് ഭക്ഷിക്കാം. അത് രണ്ടും വളരെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഈ ഫലവൃക്ഷ തൈകൾ നാട്ടിനായി സമർപ്പിക്കുമ്പോൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ബാധ്യതയും കൂടി സമൂഹം ഏറ്റെടുക്കണം. കാരണം അദ്ദേഹം ഒരുപാട് ദൂരത്തു നിന്നായിരിക്കാം ഇതിവിടെ ഈ ഫലവൃക്ഷ തൈകൾ നടന്നത്. ആ ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വെക്കുമ്പോൾ അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ബാധ്യതയും കൂടി പൊതുസമൂഹത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാടിനെ ഹരിതാപമാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൌൺസിലർ CK ഷഹനാസ് അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ ഗോപാലൻ കാര്യാട്ട്, ഷിജിന മോഹൻ, ഹരിതമിത്രം പ്രവർത്തകരായ മൊയ്തു ഒതയോത്ത്, KP മുജീബ്, KK ജൌഹർ തുടങ്ങിയവരും സംസാരിച്ചു. വടേക്കണ്ടി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.